ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നാട്ടിലെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. വേറെ നല്ലൊരു ചെറിയൊരു ഫാമിലി മാച്ച്. ഞാനേ കുറച്ച് സാധനങ്ങളൊക്കെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളുടെ പ്ലാസ്റ്റിക് ബാറ്റില്ലേ, വോക്കിൻ്റെ ഒരു ബാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഡ് ബോള്, വിക്കറ്റ്സ്, പിന്നെ ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല. ഇതാണ് വോക്കിൻ്റെ ബാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു പ്രൊഫൈൽ കണ്ടിട്ട് വാങ്ങിച്ചാണ്. കാണാൻ എന്താ എൻ്റെ സ്വീറ്റ് സ്പോട്ടും പിന്നെ എൻ്റെ സ്പൈനൊക്കെ ഉണ്ടോ, നല്ല പ്രൊഫഷണൽ ബാറ്റ് പോലെ ഇരിക്കുന്നുണ്ട്. വിലയും കുറവാണ്, 500 രൂപ താഴെയുള്ളൂ. 499 രൂപ, 1 രൂപ കുറവ് 500 രൂപയിൽ. സോ ലൈറ്റ് വെയിറ്റ് ആണ്. അതിനൊപ്പം വിക്കറ്റ്സുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസാണ് ഇത്. നമ്മൾ വിൻഡ് ബോൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കൊച്ചിന് കളിക്കാനായിട്ടൊരു ചെറിയ ബാറ്റ്, അത് ഇവിടെ നിന്ന് വാങ്ങിച്ചാണ്. ഇത് വുഡിൻ്റെയാണ്. പിന്നെ ഷട്ടിൽ ബാറ്റ്, ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഫാമിലി ടൈമല്ലേ, അപ്പോൾ ഏതാണ് മൂഡനുസരിച്ച് അത് കളിക്കും. സെറ്റ് ചെയ്യാനൊന്നുമില്ല, സിമ്പിളാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് അല്ലേ. സോ ഇതാണ് ഇതിൻ്റെ ബേസ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വിക്കറ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് മിഡിലിൽ കൊടുക്കാം. ഓക്കെ, ഹോളിലോട്ട് ജസ്റ്റ് ഇറക്കി വെച്ചാൽ മതി. പരിപാടിയായി. ഒരു ഗ്രൂവ് ഉണ്ട്, അതൊന്ന് സ്ട്രൈറ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ വെയിൽസ് വെക്കാനുള്ളതാണ് തോന്നുന്നു. ഇത് നേരത്തെ പറഞ്ഞിട്ട് തന്നില്ല, ഇത് വോക്കിൻ്റെ ബാറ്റാണ്. കണ്ടോ, ഇവിടെ സ്പൈൻ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സ്വീറ്റ് സ്പോട്ട് കണ്ടോ. പിന്നെ ഈ ടേപ്പ് ഒട്ടിച്ചാൽ എന്തിനാണെന്ന് മനസ്സിലാവുള്ള. സാധാരണ ബാറ്റിന് ഹാർഡ് ബോൾ കളിക്കുമ്പോഴാണ് ഇങ്ങനെ ബാറ്റിന് ടേപ്പൊക്കെ ഒട്ടിക്കുന്നത്. ഇത് ഷോ ആയിക്കുള്ളൂ. എനിവേ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. അതേപോലെ തന്നെ ഗ്രിപ്പ് ഉണ്ട്, അതിൻ്റെ നല്ല ഗ്രിപ്പാണ്. സാധാരണ പ്ലാസ്റ്റിക് ബാറ്റിന് ഇത്രയും ക്വാളിറ്റി ഗ്രിപ്പ് ഞാൻ കാണാറില്ല ഇത്രയും ചീപ്പിൽ. പക്ഷേ അത്യാവശ്യം സെറ്റപ്പാണ്. അപ്പോൾ ഞങ്ങൾ ട്രയൽ കളിച്ച് നോക്കി വന്നപ്പോൾ തന്നെ നല്ലതാണ്. പിന്നെ വിൻഡ് ബോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ 2 സെറ്റ്സ്. പിന്നെ ഞാൻ ഇതൊരു ബോക്സ് വാങ്ങിച്ചെന്നുള്ളൂ. ബോൾ അടിച്ചു പോയി കഴിഞ്ഞാൽ ഉണ്ടോ, ഞങ്ങൾ ട്രയൽ കളിച്ചാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഈ ബാഗ് സെപ്പറേറ്റ് വാങ്ങിച്ച ബാഗാണ് കേട്ടോ. ഇത് നമ്മൾ ആമസോണിൽ നോക്കിയാൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മാച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം അവിടെ ഇവിടെ കിടന്ന് എല്ലാവരും പോവും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഒതുങ്ങിയിരിക്കുന്ന സൈസാണ്. എല്ലാവരും കറക്റ്റ് സൂട്ടായിക്കോളും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ഞങ്ങൾ ഷട്ടിൽ ബാറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാനിത് വെച്ച് കാണിച്ചു തരാം. ബോട്ടം സ്പേസ് പോലെ ഓക്കെ. then ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. ബാറ്റ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. കൊച്ചിൻ്റെ ബാറ്റും വെക്കുന്നു. ഈ വെയിൽസ് വെക്കുന്നു. ഷട്ടിൽ ബാറ്റും നമുക്ക് വേണമെങ്കിൽ വെക്കാം, ഒന്നും സംഭവിക്കാനൊന്നുമില്ല. എന്നാലും സ്പേസ് ബാക്കിയുണ്ട്. ഇത് ക്ലോസ് ചെയ്ത് ഇവിടെയും ഒരു സിബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ബോളെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ പരിപാടി ഇനി ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ഒരു സിബ്. ഇതിനകത്ത് എംറ്റി ആണ്. ഇതിനകത്തും വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ദെൻ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പോക്കറ്റ് പൗച്ച് കൊടുത്തിട്ടുണ്ട്, സിംഗിൾ സ്ട്രാപ്പ്. പിന്നെ ഇവിടെ ഹുക്ക് ചെയ്തിടാനായിട്ട്. സോ നമുക്കിതിങ്ങനെ തോളത്തിട്ടിട്ട് ഇങ്ങനെ പോവാം. നിന്നിട്ടേ കൊച്ചിനിടാൻ പറ്റുന്നുണ്ടോ? നടന്നു നോക്കിയേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്രൗണ്ടിൽ ഇറങ്ങാം. പ്ലേ ദ മാച്ച്.
Ini gede deh. Ayo, yang